ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്രയ്ക്ക് പോവുകയാണ്. കുഞ്ഞു യാത്രയൊന്നുമല്ല, കുറച്ച് വലിയ യാത്രയാണ്. ഇപ്പോൾ സമയം രാവിലെ 3:30 മണി, വെളുപ്പം കാലമാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഡൊമസ്റ്റിക് എയർപോർട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഇതെവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇവിടുന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുന്നു. ഡൽഹിയിൽ നിന്ന് നമ്മൾ ട്രെയിനിലാണ് പഞ്ചാബിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം നമ്മളിത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിലോട്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. വാ, കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട്. അതെന്തിന് അങ്ങനെ നമ്മുടെ ബാഗ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ എന്താ പറയുക, 1 മണിക്കൂറോളം ഇനിയുണ്ട് ഫ്ലൈറ്റ് വരാനായിട്ട്. 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം മണി ഒരു 35 ആകാൻ പോകുന്നേ ഉള്ളൂ. സോ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ നമ്മളൊരു സാൻഡ്വിച്ചൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി. നമ്മുടെ ബസ്സൊക്കെ വന്നു. സോ അതിനകത്ത് കയറി നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോയി. നേരം വെളുക്കാറായതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിനകത്തുള്ള വിഷനൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഡാർക്കായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഡൽഹിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ. നമ്മുടെ സണ്ണ് ഉദിക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഭയങ്കര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് സൂര്യോദയം കാണാൻ പറ്റിയത് ശരിക്കും രസകരമായ ഒരു കാഴ്ചയായിരുന്നു. പിന്നെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുതന്നു. അതിനകത്ത് ബ്രെഡും ഓംലെറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി കേട്ടോ. പിന്നെ അവിടുന്ന് നമുക്ക് പഞ്ചാബിലോട്ട് പോകണമല്ലോ. അപ്പം അതിന് വേണ്ടുന്നുള്ള ട്രെയിനിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 11 മണിയായി കാണും.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റേഷൻ എത്താറായി കേട്ടോ. ഇതിപ്പോൾ ലുധിയാന ജംഗ്ഷനാണ്. ലുധിയാന ജംഗ്ഷനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൾസ് പോയി ഇറങ്ങിയായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് എന്തുവാ മോളെ അത് ഫഗ്വാരയിൽ വെച്ചിട്ടാണ് അവളുടെ ടെസ്റ്റ് നടക്കുന്നത്. സോ ഞങ്ങൾ ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രസമുള്ള ഒരു ട്രെയിനുമായിരുന്നു. അതുപോലെ തന്നെ ഒരു ഞങ്ങൾക്ക് ഫസ്റ്റ് AC ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കപ്പിൾസ് ആക്ച്വലി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ആയതുകൊണ്ട് അവരും കൂടെ ഒരാളുടെ സീറ്റ് അപ്പുറത്തെ സൈഡിലായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെ സീറ്റും പിന്നെ അതിൽ ഒരാളുടെ സീറ്റും ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരനും കൂടെ ഇവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ ഇരുന്നോട്ടാന്ന് ചോദിച്ചു. ഓക്കെ, കുഴപ്പമില്ല. അവർ ഒരു 2 പേരും 2 സ്ഥലത്താണ്ടാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഓക്കെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവർ ലുധിയാനയിൽ ഇറങ്ങി. അപ്പോൾ നമുക്ക് നാളെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. മറ്റന്നാളാണ് മോളുടെ എക്സാം. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ മോളുടെ എക്സാമും പ്രമാണിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പഞ്ചാബിലോട്ട് എത്തിയത്. സോ അപ്പം വിചാരിച്ചു എന്തായാലും പഞ്ചാബിൽ വരുന്നതല്ലേ, നമുക്ക് കുറച്ച് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളൊക്കെ കാണണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അടുത്താണ് കാശ്മീർ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ അങ്ങനെ കുറച്ച് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു പോകാം എന്നുള്ള ഐഡിയയുമായിട്ടാണ് പാക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. സോ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മുടെ കാശ്മീർ യാത്രയും പഞ്ചാബിലെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളും ഒക്കെ മിക്കവാറും ഉണ്ടാകും കേട്ടോ. നമ്മളിങ്ങനെ വേറെ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളീയ തനിമയുള്ള ടേസ്റ്റൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ വിചാരിക്കുമ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്ന്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടേസ്റ്റുകളൊക്കെ അങ്ങനെ ഈ ചില കടകളൊക്കെ ഇപ്പോൾ ഈ ഒരു ഷോപ്പെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നമ്മുടെ ടേസ്റ്റിനൊത്ത് കിട്ടിയ ഒരു കടയായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തത്. സോ അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. ഞങ്ങൾ വന്ന് അവിടെ ഹോട്ടലിൽ താമസിച്ചു. ഇവിടെ ഒരു ലവ്ലി കോളേജിൽ വെച്ചിട്ടാണ് എക്സാം. പിന്നെ അതിനടുത്ത് തന്നെ ഒരു പിസ്സ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പിസ്സ ഷോപ്പ്. എല്ലാ വെറൈറ്റി പിസ്സയും അവിടെ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. ഞങ്ങൾ താമസിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ പിസ്സ വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്. അപ്പം നമുക്ക് രാത്രി 10 മണിക്കാണ് ഞങ്ങളിപ്പോൾ പോയത്. അവിടെ വെളുപ്പിന് 2 മണി വരെ എങ്ങാണ്ട ഈ ഒരു ഷോപ്പുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ. ഇവിടെ ഫുള്ളും ഈ കോളേജിലെ കുട്ടികൾ, വലിയ കോളേജാണ്. സോ ഇവിടെ മൊത്തം ഈ ഒരു കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലും അതും ഇതുമൊക്കെ കെട്ടിയിട്ടേക്കുവാണ് കേട്ടോ. LPU ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് ഈ ഒരു കോളേജിൻ്റെ പേര്. സോ ഇത് റൂമിൽ എത്തി ഞാൻ പിസ്സയൊക്കെ കൊണ്ടുവച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി പിസ്സയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പഞ്ചാബ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് അവരുടെ എക്സാം സെൻറ്റർ. മോർണിംഗിൽ ഞങ്ങൾ എക്സാം സെൻറ്ററിലെത്തി. ഒരുപാട് കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, എല്ലാവരും. മോർണിംഗ് ടു എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10 AM മുതൽ വൈകുന്നേരം 6 മണി വരെയും എക്സാം ഇവിടെ ഉണ്ട്.
പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഈ കോളേജിനകത്തുള്ള ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ അടിപൊളി ഗാർഡൻ തന്നെ ആയിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ. ഒരു പ്രത്യേകതരം പൂക്കൾ കേട്ടോ, ഭയങ്കര രസമുള്ള പൂക്കളും ചെടികളും. ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 രക്ഷയില്ലാത്ത ഗാർഡനായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് തിരികെ നമ്മുടെ റൂമിനടുത്തൊരു നല്ല കേരള ഹോട്ടൽ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷത്തോടുകൂടി അവിടെ കയറി ദോശയും ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. കൂട്ടത്തിൽ നമ്മുടെ കൂടെ മോളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പേര് അജിത്ത്. അങ്ങനെ വീണ്ടും അടുത്ത മോർണിംഗ് ആയി. മലയാളിയുടെ ഒരു കട തേടി പിടിച്ച് നല്ല നെയ്റോസ്റ്റും ചമ്മന്തിയൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ റെഡിയായി. ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പഞ്ചാബ് വിടാൻ പോകുന്നു കേട്ടോ. പഞ്ചാബിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് അമൃത്സറിലാണ്. അമൃത്സറിലല്ലേ? യെസ്, അമൃത്സറിലാണ്. അവിടെ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇനി ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രെയിനിൽ കയറിയതിന് ശേഷം കാണാം. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് ട്രെയിൻ കിട്ടിയോ ഇല്ലേ എന്നുള്ളതാണ് അടുത്ത സബ്ജക്റ്റ്. നമ്മുടെ കർഷക സമരം കൊണ്ട് ആകെ പ്രശ്നത്തിലായി കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങൾ അറിഞ്ഞാലോ. അപ്പം വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ ബൈ.